ഏത് പ്രസൻറ്റേഷനും പൊടി പൊടിക്കാവുന്ന ഒരു 3P ടെക്നിക്. അതാണ് ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഹൗസിലെ സ്പെഷ്യൽ സെഗ്മെൻറ്റിൽ പറയാൻ പോകുന്നത്. എന്താണ് ഈ 3P എന്നറിയാമോ? സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പം അതിപ്പം ഒരു വീഡിയോ ആയിക്കോട്ടെ, വ്ളോഗിങ് ആയിക്കോട്ടെ, നമ്മളുടെ ഒഫീഷ്യൽ ആൾക്കാരുടെ മുമ്പിൽ ഇരുന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രിപ്പയർ ചെയ്തിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്ന എന്ത് വേദി ആയിക്കോട്ടെ, ഇപ്പോൾ എല്ലാം വെർച്വൽ ആണല്ലോ. അപ്പം ഈ ക്യാമറേൻ്റെ മുമ്പിലോട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അത്രയും നേരം നമുക്ക് നല്ല ധൈര്യമാണെങ്കിലും ഇതിന് മുമ്പിൽ ഇതങ്ങോട്ട് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ധൈര്യമില്ല, ഇങ്ങനെ ഷൂന്നങ്ങ് ചോർന്നു പോകും. അപ്പം ഇതൊന്ന് മാറാനും നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറയാനുമുള്ള ഒരു ടെക്നിക്കാണ് ഈ 3P ടെക്നിക്ക്. ഒരു പക്ഷേ ഇത് നമ്മളുടെ BEd ടീച്ചേഴ്സിനൊക്കെ അറിയായിരിക്കാം, കാര്യം അവരുടെ ഒരു പേപ്പറാണിത്. ഓക്കെ, അപ്പം അതിൽ പലതും പല ഘട്ടത്തിലാണിത് വരുന്നത്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ പറയാൻ പോണ അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് 3P. ഫസ്റ്റ് വൺ നോക്കാം, സമയം കളയാണ്ട് നമുക്ക് പോവാം. ഫസ്റ്റ് വൺ ഇസ് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ. ഈ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഭയങ്കര വലിയ ബുക്കുകൾ പ്രിപ്പയർ ചെയ്യാനൊന്നും ഇല്ലല്ലോ. നമ്മൾ എന്തൊരു കാര്യമാണോ പ്രസൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ പ്രൊജക്റ്റ്, എംപ്ലോയീസ് ആണെങ്കിൽ എംപ്ലോയീസിൻ്റെ പ്രസൻറ്റേഷൻ, അതല്ല വ്ളോഗേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ഏതൊരാളാണെങ്കിലോ അവരുടെ അവതരിപ്പിക്കുന്ന എന്തൊരു കാര്യമാണോ അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം, വ്യക്തമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ വേണം. എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക നോക്കാം. വലിയ വലിയ സെൻറ്റൻസസ് എഴുതുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് പ്രിപ്പയർ ചെയ്യാൻ ഫ്ലോ ചാർട്ട്സ് യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്ക്രിപ്റ്റഡ് വേർഷൻസിലെ ഇപ്പോൾ ചെറിയ ചെറിയ ബോക്സുകളാക്കുക. ഏറ്റവും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഷോർട്ടായിട്ടുള്ള അക്രോണിംസ് വഴി കുഞ്ഞു കുഞ്ഞായിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മൾ പറയാൻ പോണ പോയിൻറ്റ്സ് പടപടപടയെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പം എയിൽ ഞാൻ പറഞ്ഞത് ഇതാണ്. കൊച്ചു കൊച്ചു ബോക്സ് ഉണ്ടാക്കുക കേട്ടോ. ആ ബോക്സിനകത്ത് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ട് എഴുതുക. അതിന് മുമ്പ് വേറൊരു കാര്യം, എന്താണ് പറയാൻ പോകുന്നത് അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്നും പോവാണ്ട് നമ്മൾ എന്ത് കാര്യമാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലൊരു ധാരണ വേണം എന്താണ്. അത് കഴിഞ്ഞിട്ടേ ഈ പ്രിപ്പറേഷൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം കൊച്ചു കൊച്ചു സെൻറ്റൻസസിൽ നമ്മളത് കുഞ്ഞു കുഞ്ഞു ബോക്സിലാക്കി വെക്കാം. ഇത് മെയിനായിട്ടും ഇപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ആൾക്കാർ, അതല്ല നന്നായിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിലും മുമ്പിലേക്ക് ഇങ്ങോട്ട് വരുമ്പം വല്ലാണ്ടൊരു ടങ് ട്വിസ്റ്റിംഗ് വരും, ഫംബ്ലിംഗ് വരും. ഇവർക്കൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്, ഒരു ഫിയർ ഫാക്ടർ മാറാൻ. ശരി, അപ്പം പ്രിപ്പയർ ചെയ്ത് വെക്കാം. പ്ലാനിങ് കഴിഞ്ഞു, പ്രിപ്പറേഷൻ കഴിഞ്ഞു. നൗ ദി തേർഡ് വൺ ഇസ് പ്രാക്ടീസിങ്. ഈ പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയോ? ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയണതിന് 5 മിനിറ്റാണ് എന്നിരിക്കട്ടെ. ഈ 5 മിനിറ്റ് സംഭവം കറക്റ്റായിട്ട് സ്റ്റോപ്പ് ക്ലോക്കിൽ 5 മിനിറ്റ് വെച്ച് നിങ്ങൾ പറയരുത്. പകരം നിങ്ങൾ 3 മിനിറ്റ് ഒരു ടൈമർ വെച്ചിട്ട് പറഞ്ഞ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനാണെങ്കിൽ ഈ RJ ആയിട്ട് ആദ്യം മാതൃഭൂമിയിൽ വർക്ക് ചെയ്യാനൊക്കെ ഇരുന്ന ടൈമിൽ ബോംബെയിൽ നിന്ന് ഞങ്ങൾക്കൊരു ട്രെയിനർ രവി അയ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അദ്ദേഹം വന്നിരുന്നു, ഒരു സാർ വന്നിരുന്നു. അയ്യോ, നമ്മളെക്കൊണ്ട് ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറയിപ്പിക്കുമായിരുന്നു. 40 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ കൺവേ ചെയ്ത് പറയുക. 40 സെക്കൻഡ് എന്ന് നിങ്ങളുടെ മൈൻഡിൽ വിചാരിച്ചാൽ മാത്രമേ 1 മിനിറ്റ് കൊണ്ടെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയൊരു ട്രെയിനിങ് വളരെ നല്ലതാണ് കേട്ടോ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരാളുടെ മുമ്പിൽ നമ്മുടെ ഈ സംസാരം കൊണ്ടല്ലേ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നതും നമ്മളെ ബോറടിക്കുന്നതും. അപ്പോൾ ഈ സംസാരം ഏറ്റവും അധികം അപ്പീലിംഗ് ആക്കാൻ നിങ്ങൾക്ക് പറയുന്ന ടൈമിൻ്റെ അറ്റ്ലീസ്റ്റ് 2 മിനിറ്റ്സ് മുമ്പെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ നിർത്താൻ നമ്മൾ മൈൻഡിലൊരു കാര്യം വെച്ചാൽ മാത്രമേ ആ കറക്റ്റ് സമയത്തെങ്കിലും നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. അതിന് നമ്മളിപ്പോൾ ടൈമർ വെച്ചിട്ട് നമ്മുടെ തന്നേക്കുന്ന ടൈം 5 മിനിറ്റ് ആണെങ്കിൽ ഒരു 3 മിനിറ്റിനുള്ളിൽ എങ്ങനെ എനിക്കിത് ഏറ്റവും ഇംപ്രസീവായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റും, പറഞ്ഞു നോക്കുക. ഒരു തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഫംബിൾ ചെയ്യും. നോ പ്രോബ്ലം, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരു ക്യാമറയുടെ മുമ്പിൽ നമ്മൾ തന്നെ ഒരു സെൽഫി ക്യാം വെച്ചിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ക്യാമറയിലോ അതൊന്നും അല്ലെങ്കിൽ ഈവൻ കണ്ണാടിയുടെ മുമ്പിലാണെങ്കിൽ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ പറഞ്ഞ് ഒരു 3-4 തവണയാകുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫ്ലോ വരും. ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഈ ഫ്ലോ വരും? നമ്മൾക്കൊരു എനർജി ലെവല് കറക്റ്റായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് അതിനെ നേരിടാൻ വലിയൊരു പാടുണ്ടാവില്ല. ആദ്യത്തെ ഒരു 5 മിനിറ്റ് അങ്ങനെ കടന്നു പോയാൽ പിന്നെ അത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നോളും. അതാണ് അതിൻ്റെ ഒരു രീതി. ഓക്കെ, അപ്പോൾ ശരി, പ്ലാനിങ് കഴിഞ്ഞു, പ്രിപ്പറേഷൻ കഴിഞ്ഞു, പ്രാക്ടീസ് കഴിഞ്ഞു. ഈ 3 കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പേഷ്യൻസ്. അതായത് ഒരു തവണ നമുക്കൊന്ന് തെറ്റി, എനിക്ക് വയ്യ,
പാടില്ല. വീണ്ടും ശ്രമിക്കുക, വീണ്ടും ശ്രമിക്കുക, വീണ്ടും ശ്രമിക്കുക. കാര്യം നമ്മളാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് മാത്രമേ നമ്മളിൽ വരുത്താൻ പറ്റുള്ളൂ. വേറെ ആരൊക്കെ കൊണ്ട് ശ്രമിച്ചാലും അത് പറ്റില്ല. പേഷ്യൻ്റായിട്ട് നമ്മളതിന് ശ്രമിച്ചുകൊണ്ടേ ഇരുന്നാൽ ഏത് ഒബ്സ്റ്റക്കിളും നമ്മുടെ മുമ്പിൽ നിഷ്പ്രയാസം പോകും. അതിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും വലിയ വലിയ കടന്ന പ്രൊജക്റ്റുകളാണെങ്കിലും എല്ലാം നമ്മുടെ മുമ്പിൽ നിഷ്പ്രയാസം ഈസി ആയിട്ട് മാറും. അതിനുള്ളൊരു വിൽ പവർ നമുക്ക് വേണം. ഈ പറഞ്ഞതുപോലത്തെ 3P ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ ഏതായാലും വീട്ടിൽ നമുക്ക് ഇരിക്കുമ്പം ഇച്ചിരിയെങ്കിലും ടൈം കിട്ടുമ്പം ഫംബ്ലിംഗ് ഉള്ള, സംസാരിക്കാൻ പേടിയുള്ള ആൾക്കാർ ഈ ഒരു കാര്യം ശ്രമിച്ചു നോക്കുക. മലയാളത്തിൽ പോലും എത്രയോ പേര് പാരൻസ് ഒക്കെ നമ്മളെ വിളിക്കുമ്പോൾ അത്രയും നേരം നല്ല ധൈര്യമാണ്, പക്ഷെ സംസാരിച്ച് വരുമ്പോൾ ഒരു കണക്ഷൻ കിട്ടില്ല. അപ്പോൾ കണക്ഷൻ അവിടെ ഇവിടെയൊക്കെ പോകുന്ന ആൾക്കാർക്ക്, ടീച്ചേഴ്സിന്, സ്റ്റുഡൻസിന്, എംപ്ലോയീസിനൊക്കെ ഈ ഒരു ടെക്നിക്ക് സൂപ്പറാണ്. ഓക്കെ, സോ ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഇറ്റ് വർക്ക്ഡ് ഫോർ യു. ദിസ് ഇസ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.